ഹലോ എവ്രി വൺ, ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആളും എടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കുഞ്ഞു ഫാമിലിയിൽ ജോയിൻ ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ പുതിയങ്ങാടി നേർച്ച വീഡിയോസ് ആയിട്ടാണ്. വെട്ടത്ത് പുതിയങ്ങാടി യാഹുത്തങ്ങൾ ഔലിയായുടെ 173ാമത് വലിയ നേർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരിൽ അവസാനിക്കുന്ന നേർച്ചയാണ് നമ്മുടെ പുതിയങ്ങാടി നേർച്ച. അപ്പോൾ ജാനുവരി 4 സ്റ്റാർട്ട് ചെയ്യുന്ന നേർച്ച 4, 5, 6 നൈറ്റാണ് ചാപ്പക്കാരുടെ വരവോട് കൂടിയിട്ട് നേർച്ച എൻഡ് ആവുന്നത്. വലിയൊരു അന്നദാനത്തോടെയാണ് നേർച്ചക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഞ്ഞിക്കാരുടെ വരവോടെയാണ് നേർച്ചൻ്റെ തുടക്കം കുറിക്കുന്നത്. അത് ഒരു നാടിൻ്റെ മതസൗഹാർദ്ദം തന്നെ വിളിച്ചോതുന്ന നേർച്ച എന്നും നമുക്ക് നമ്മുടെ പുതിയങ്ങാടി നേർച്ചയെ വിളിക്കാൻ സാധിക്കും. പണ്ട് കാലം മുതൽ തന്നെ നേർച്ചക്കായിട്ട് അരി മീൻ മാർക്കറ്റിൽ നിന്ന് പണ്ട് മുതൽ ചുമന്നുകൊണ്ടാണ് വന്നിരുന്നത്. അതിപ്പോഴും തുടർന്നു കൊണ്ട് പോകുന്നതാണ്. നമ്മുടെ നേർച്ചൻ്റെ ഫസ്റ്റ് ഡേയിൽ മോർണിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ ജാതി, മതം, വർണ്ണം അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയും മനുഷ്യർ ഒത്തുകൂടിയിട്ട് നടത്തുന്ന നല്ല അടിപൊളി ഗംഭീര നേർച്ച. സോ നമുക്ക് അവിടുന്ന് കഞ്ഞി കുടിക്കുകയും ചെയ്യാം, കൊണ്ടുപോവുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരൂര് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ടാവുന്ന ഈ കാഴ്ച നാനാജാതി മതസ്ഥരും ഒരുപോലെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അലങ്കരിക്കുന്ന നേർച്ച. സോ അത് മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഒരുപോലെ തന്നെ വന്ന് കഴിക്കുന്ന നമ്മുടെ കഞ്ഞി അത് നിയത്ത് ചെയ്ത് കൊടുക്കുന്നതാണ്. പലരും നേർച്ച നേർന്നിട്ടൊക്കെ പല അസുഖത്തിനും പല കാര്യങ്ങൾക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയും കലർന്ന വർഷത്തിൻ്റെ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജാനുവരി 4, 5, 6 തീയതികളിലാണ് നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള നേർച്ച ഇവിടെ നടക്കുന്നത്. വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പലതാവാം. ഓക്കെ, ഇവയെല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകം എന്ന് തന്നെ നമുക്ക് പുതിയങ്ങാടി നേർച്ചയെ പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് മലപ്പുറത്തുകാരത് കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും മുൻപിൽ തന്നെയാണെന്ന് നമുക്ക് വീണ്ടും കാണിച്ചു തരികയാണ് 2026 യാഹുത്തങ്ങൾ ഔലിയ തൻ്റെ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ ഒരു ആദരവോടെയാണ് ഇന്നും നേർച്ച നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ കഞ്ഞിവെപ്പും കഞ്ഞി വിതരണമൊക്കെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി വെച്ചതാണ് നമ്മുടെ കഞ്ഞി വിതരണം. സോ വിശ്വാസങ്ങളും ആചാരങ്ങളും മാറ്റി നിർത്തിയാൽ പുതിയങ്ങാടി നേർച്ചയിൽ കാണാൻ കഴിയുന്ന മതസൗഹാർദ്ദം, സാഹോദര്യം ആണ്. ആ വികാരത്തോടെ നമ്മൾ വിളമ്പുന്ന അത്രയും ആവി പറക്കുന്ന കഞ്ഞിക്കും അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തിക്കും കുറച്ചധികം സ്വാദ് കൂടുതൽ തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയിട്ടാണ് നമ്മുടെ പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. സോ ഭയങ്കര ലേറ്റായിരുന്നു നമ്മുടെ വരവും കാര്യങ്ങളൊക്കെ. സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് തോന്നി. പിന്നെ ഒരു 4-5 കിലോമീറ്ററൊക്കെ നടന്നിട്ട് വേണം നമ്മുടെ പുതിയങ്ങാടി ജാറത്തിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും പുളിഞ്ചോട് ആ ഏരിയക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് തിരിച്ച് വീണ്ടും വന്നതിന് ശേഷമാണ് നമ്മുടെ കൊടിയുയർത്തലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അവിടെ ദർഗയിൽ വന്നിട്ടുള്ള അവിടുത്തെ നേർച്ചൻ്റെ പെട്ടിയിൽ വന്നിട്ടുള്ള കുറേ ചില്ലറ പൈസയാണ് ഇവിടെ ആളുകൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. സോ അതിവിടെ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്
നമ്മളിപ്പോഴാണ് ഇത്ര അടുത്തുനിന്ന് നമ്മൾ കാണുന്നത്. സോ ഈ വർഷമാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വഴിയിലൊക്കെ നിന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് ടൈം ഒരുപാട് ലേറ്റ് ആവുമല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് വഴിയിലൊക്കെ നിന്ന് കണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് മടങ്ങലാണ് പതിവ്. ബട്ട് ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ നമ്മളിത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട്, അത് മണിക്കൂറുകളോളം, എത്രയോ മണിക്കൂർ നിന്നിട്ടാണ് മനുഷ്യന്മാർ ഇത് അത്രയും ക്ഷമാശീലരായിക്കൊണ്ടാണ് ഈ ഒരു വരവിനെ വരവേൽക്കുന്നതും കാണുന്നതും എല്ലാം. സോ അപ്പോൾ അത്രയും ഒരുപാട് മണിക്കൂറാണ് ഈ പൈസ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്നവരെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊടി മക്കാമിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറ്റിയതിന് ശേഷം നമ്മളെ ഈ വരവൊക്കെ എത്തി പുളിഞ്ചോട് ഭാഗത്തോട്ട് പോയതിന് ശേഷം അവിടുന്ന് തിരിച്ച് വന്ന് അത് ദർഗയിൽ കയറ്റും. അതിന് ശേഷം അത് വീണ്ടും എടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ്, കണ്ടോ ഇപ്പോൾ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. ഉള്ളിൽ കൊണ്ടുപോയതിന് ശേഷമാണ് നമ്മളത് വീണ്ടും ദർഗയിൽ വെച്ചിട്ട് എന്തോ പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയർ എന്തോ ഉണ്ട് അതിൽ. അങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം അത് കൊടി ഉയർത്താണ് പതിവ്. സോ അതിന് വേണ്ടിയിട്ട് കൊടിമരത്തിൻ്റെ ആ സംഭവത്തിൽ ആൾ കയറിയിരിക്കുന്നുണ്ട്. കയറും കാര്യങ്ങളൊക്കെ പിടിച്ച് സെറ്റാക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കൊടിയും കാര്യങ്ങളൊക്കെ അതിന്മേ കെട്ടുന്നുണ്ട്. ഞാനും ഇത് ഈ സമയത്ത് ഇത്ര അടുത്ത് നിന്നിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ വളരെ 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 എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതും. അത് നല്ലോണം കെട്ടിയതിന് ശേഷം അതിൻ്റെ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ലോണം കെട്ടുന്നുണ്ട്. കെട്ടിയതിന് ശേഷം ഇനി മുകളിലോട്ട് ഉയർത്തലാവാം. സോ വരവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര ക്രൗഡായിരുന്നു. ടോട്ടലി ആ ഒരു മൈതാനം ഫുള്ള് അവിടെ ക്രൗഡാണ്. അതിലുപരി ബിൽഡിങ്ങിൻ്റെ മേലെ എല്ലാം ആളാണ്. റോട്ടിലും ഷോപ്പിലും എല്ലായിടത്തും ഫുൾ ക്രൗഡ്. പിന്നെ വരവിൽ 9 ആന ഉണ്ടായിരുന്നു. സോ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കോൽക്കളി, ദഫ്മുട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ ഇന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാദ്യമേളങ്ങളും ആണ് വരവിനെ മാറ്റുകൂട്ടുന്നത്. സോ അതത്രയും അടിപൊളിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ കൊടി ഉയർത്തുന്നുണ്ട്. അപ്പോഴും പൈസ ഓക്കെ, ആ കൊടിയിൽ നിന്ന് നിറയെ കോയിൻസാണ് അവരിടുന്നത് തോന്നുന്നു. തെറിക്കുന്നൊക്കെ ഉണ്ട്. ആളുകൾ താഴ്ന്നും ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന കൊടി കയറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജാതി മത വിശ്വാസത്തിൻ്റെയും വലിയൊരു സന്ദേശം തന്നെയാണ് ഓരോ നേർച്ചയും അതിലെ അനുഭവങ്ങളും ഓർമ്മകളും നാം ഓരോ വർഷവും നമുക്ക് നൽകുന്നത്. സോ ഓർമ്മകൾ തന്നെ നാം ഓരോരുത്തർക്കും പലതാണ്. നമ്മുടെ ഓർമ്മകൾ നമുക്ക് നൽകിയിട്ടുള്ള ഓർമ്മകളും നമ്മുടെ അനുഭവത്തിലുള്ള ഓർമ്മകളും. അപ്പം നിങ്ങളുടെ ഓർമ്മകൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.